നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമന ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്തവണ സംശയമുണ്ട്. വർഷത്തിൽ 2-3 മാസം മുടി കൊഴിച്ചിലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. സ്വാഭാവികമാണോ എന്ന്? അത് സ്വാഭാവികമായിരിക്കാം. കാരണം ഞാൻ പറഞ്ഞ ആ സൈക്ലിംഗ് ഉണ്ടല്ലോ, ഹെയർ ഗ്രോത്തിന് സൈക്ലിംഗ്, അതിൽ ഇതുപോലെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ പോയിക്കൊണ്ടിരിക്കുന്ന മുടി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് എല്ലാ വർഷത്തിലും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ സൈക്ലിങ്ങിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. മുടി എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അതില് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 സ്റ്റേജസ്, ഹെയർ ഗ്രോത്തിന്റെ 3 സ്റ്റേജസ് ഉണ്ട്. സൈക്ലിംഗ് ആയിട്ട് ചുറ്റി വീണ്ടും ആ പഴയ സ്റ്റേജിലേക്ക് വരുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ ഇതുപോലെ മുടി റാപ്പിഡ് ഗ്രോത്ത് എന്ന് പറയും. നമ്മൾ പെട്ടെന്ന് മുടി വളരുന്ന ഒരവസ്ഥ. അത് കഴിഞ്ഞ് സ്ലോ ഡൗൺ ആയിരിക്കും. മുടി പതുക്കെ വരുന്ന അവസ്ഥ. മുടി വളരുന്നതായിട്ട് തോന്നുന്നില്ല. സ്റ്റോപ്പ് ആയ ഫീലിംഗ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഹെയർ ഫോൾ ആയിരിക്കും. അപ്പോൾ ഈ 3 അവസ്ഥയും കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആദ്യത്തെ ഇതിലേക്ക് വരും കേട്ടോ. അപ്പൊ ആ സ്റ്റേജസിൽ 3 സ്റ്റേജസിലും നമ്മൾ എന്തൊക്കെ ടിപ്സാണ് കാര്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ടവർക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. കാരണം ഇന്ന കാരണങ്ങൾ കൊണ്ടാണല്ലോ മുടി പോകുന്നതും മുടി തിരിച്ചു വരുന്നതും എല്ലാം മനസ്സിലാവുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പൊ ഒരു ദിവസം 100 മുടി വരെയും പോകും. അത് വിഷമിക്കണ്ട കേട്ടോ, സ്വാഭാവികമാണ്, അത് പോകും. പോയ മുടി വളർന്നുകൊണ്ടിരിക്കും. അതേസമയം ഇങ്ങനെയുള്ള ഈ അവസ്ഥകളിലൊക്കെ മുടി പോകുന്ന സമയത്ത് നമ്മൾ ഉടനടി എന്താണ് ചെയ്യുന്നത്, നമ്മൾ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പോകുന്നത്, ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. താരൻ കൊണ്ടാവാം, അല്ലെങ്കിൽ തൈറോയിഡ് ആയിരിക്കാം, പൈൽസ് ആയിരിക്കാം, യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കാം, കഫക്കെട്ട് ഉണ്ടാവാം, കഫം കൊണ്ടായിരിക്കാം, ഇങ്ങനെ ഒരുപാട് ചൂട് കൊണ്ടായിരിക്കാം, ബോഡി ഹീറ്റ് വന്നാലും ഇങ്ങനെ മുടി കൊഴിച്ചിൽ വരും. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ നോക്കാം. വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാവാം. അപ്പോൾ കാരണം നോക്കിയിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്. കൂടാതെ ഇതിനുള്ള ടിപ്സും നമ്മൾ കൂടെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പോയ മുടി വന്നുകൊണ്ടേയിരിക്കും. ചിലവരുടെ മുടി കണ്ടിട്ടില്ലേ, ധാരാളം ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ അത് കഴിഞ്ഞ് മുടി നല്ല ലെങ്ത് ആയിട്ടുള്ള ഹെയർ ഉണ്ടാവാം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ മുടി. കാരണം ഊരിപ്പോയിട്ട് നമുക്ക് തന്നെ കാണുമ്പോൾ വിഷമമാവും. കാരണം നീളമുള്ള മുടിയായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ പോയി പിന്നീട് ഒരു സുപ്രഭാതത്തിൽ കാണുമ്പോൾ മുടി വളരെ കുറവായിരിക്കും. അപ്പൊ അതെന്താന്ന് വെച്ചാല് ചിലവരിതൊന്നും കാര്യമായിട്ട് എടുക്കില്ല. ഈ മുടി കൊഴിച്ചിൽ അത് അതിന്റെ വശത്തേക്ക് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ പോകുന്ന അനുസരിച്ച് നമ്മൾ വേണ്ട ടിപ്സും പാക്കും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് മുടിയെ വളർത്താനായിട്ട് സാധിക്കും. ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ള പോലെ ഒരു ചെടി നട്ട് കഴിയുമ്പോൾ നമ്മൾ അതിന് വേണ്ട വെള്ളം പിന്നെ വളങ്ങളൊക്കെ കൊടുക്കുന്ന പോലെയാണ് മുടിക്കും കേട്ടോ. നമ്മൾ മുടി ഊരിപ്പൊക്കോട്ടെ, എന്നിരുന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. എന്നാലാണ് മുടി നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. സൂക്ഷിച്ചാലേ മുടി ഉണ്ടാവുള്ളൂ. പോയ മുടി നമുക്ക് തിരിച്ചു വരണ്ടേ? മുടി പൊക്കോട്ടെ, പക്ഷെ മുടി തിരിച്ചു വരണം. അപ്പോൾ ഈ ഊരിപ്പോക്ക് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാക്കണ്ട. അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. സൈക്ലിങ്ങിന്റെ ഭാഗമായിട്ട് പോയിട്ട് തിരിച്ചു വരും. പക്ഷെ നമ്മൾ ഓരോ സ്റ്റേജസിലും എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണമെന്നും ഉള്ള വിശദീകരിച്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുടി എങ്ങനെ ഉണ്ടാകുന്നു, അതാണ് അതിന്റെ ഹെഡിങ് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്ത് അത് കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. മുടി പോയിക്കോട്ടെ, പോയാലും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ തലയില് കുരുക്കളുണ്ട്, എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു. ഈ കുരുക്കൾ എന്ന് പറഞ്ഞാൽ ചൊറി എന്ന് പറയില്ലേ, പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാർ പറയില്ലേ തല മുഴുവനും ചൊറിയാണ്. ആ ചൊറിയുടെ ഇതെന്താ, ചൊറി ഇങ്ങനെ ഇരുന്ന് പൊറ്റയൊക്കെ പൊളിഞ്ഞു വരും. അപ്പൊ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞേക്കാം ഈ പൊറ്റയുടെ ഉള്ളിലൊക്കെ പേൻ വന്നിരിക്കും, ഈ ചൊറി വന്ന് പഴുത്തിരിക്കും. ഇപ്പൊ അങ്ങനെയൊന്നും കേൾക്കാറില്ല അധികമൊന്നും. പക്ഷേ ചൂട് കൊണ്ട് കുരുക്കൾ വരാറുണ്ട്, പൊറ്റ പോലെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിന് എന്താണ് പ്രതിവിധി എന്ന് പറഞ്ഞു. അപ്പം മെയിനായിട്ട് തലയ്ക്കുള്ള ചൂട്, ആ ചൂട് തട്ടാതെ നമ്മൾ നോക്കണം കേട്ടോ. തല ഇപ്പോഴും നമ്മൾ
ആയിട്ടിരിക്കണം, നമ്മൾ ഹീറ്റ് ആവരുത് കേട്ടോ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും പിന്നെ അകത്തേക്കുള്ള ആഹാരം തണുത്ത ആഹാരം, അതായത് തണുത്ത മീൻസ് ഫ്രൂട്ട്സ്, നല്ല നല്ല വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഏറ്റവും ഈ മുടി തിക്കായിരിക്കും, നല്ല ബ്ലാക്ക് ആയിരിക്കും, കൂടാതെ നല്ല സിൽക്കി ഹെയർ ആയിരിക്കും. പിന്നെ ഈ കുരുക്കൾ, ഞാൻ പറഞ്ഞ കുരുക്കൾക്കൊക്കെ, അപ്പൊ എല്ലാത്തിനുള്ള ഒരു പരിഹാരമായിട്ടുള്ള ഒരു അടിപൊളി ടിപ്സ് ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് നമുക്ക് വേണ്ടത് ബീട്രൂട്ട് ആണ് കേട്ടോ. ബീട്രൂട്ട്, ഈ ബീട്രൂട്ട് നമ്മൾ നല്ലവണ്ണം കഴുകുക, തൊലി കളയണ്ട കേട്ടോ. നല്ലവണ്ണം കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട്, ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ബീട്രൂട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ജ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയാലും മതി. കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാം, എന്നിട്ട് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തിട്ടുള്ള ജ്യൂസ്, അങ്ങനെയുള്ള ജ്യൂസാണ് കേട്ടോ ഇത്. ബീട്രൂട്ട് ജ്യൂസ് പിഴിഞ്ഞെടുത്താണ്, അരിച്ച് പിഴിഞ്ഞെടുത്താണ്. ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് നീമുണ്ട്, നീം, ആര്യവേപ്പിന്റെ പൊടി, ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി പോലെയൊക്കെ ഇതും വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. അപ്പൊ ഇതും പിന്നെ കൂടാതെ നെല്ലിക്കപ്പൊടി ഉണ്ടോ, നെല്ലിക്കപ്പൊടി, ഈ രണ്ടുമാണ് നമുക്ക് ഈ ജ്യൂസിന്റെ കൂടെ മിക്സ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് ജ്യൂസ് അരിച്ചെടുത്തത്, അതിൻ്റെ കൂടെ 2 സ്പൂൺ നെല്ലിക്കപ്പൊടിയും 1 സ്പൂൺ ഈ ആര്യവേപ്പിൻ്റെ പൊടി, അങ്ങനെയാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല തേക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, നല്ല കൂളിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട്, അരമണിക്കൂറോ അതിൽ കൂടുതലോ ഇരിക്കാം കേട്ടോ, 1 മണിക്കൂർ വരെ ഇരിക്കാം. ഇരുന്നിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി, വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അത് അപ്പൊ തന്നെ നമ്മുടെ തലയിലുള്ള ഈ പിന്നെ കുരുക്കള് അതിനൊക്കെ നല്ല ആശ്വാസമായിരിക്കും. പിന്നെ കൂടാതെ ഈ പൊടികൾ മൂലം ഉണ്ടാകുന്ന അഴുക്കുകള്, ആ അഴുക്കുകളൊക്കെ മാറി ഇതുപോലെ നല്ല സിൽക്കി ആയിട്ട് കാണാം കേട്ടോ, ഷാമ്പു ഇട്ട പോലെ കാണാം. അപ്പോൾ ഇതുപോലെ നല്ല ടിപ്സാണ്, തേച്ച് നോക്കൂ. തേച്ചിട്ട് പറയണം കേട്ടോ, അഭിപ്രായം പറയണം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ അത്, ആ അരച്ച് വെച്ച ജ്യൂസ് നമ്മളിതിൽ മിക്സ് ചെയ്യുന്നു കേട്ടോ. 2 സ്പൂൺ നെല്ലിക്കപ്പൊടിക്ക് 1 സ്പൂൺ അരിവേപ്പിൻ്റെ പൗഡറാണ് കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ. സ്കാൽപ്പിലും മുടിയിലും ഒക്കെ തേച്ച്, മുടിയുടെ ഉള്ളിലൊക്കെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാകും, മുടിക്ക് ഷൈനിങ് ഉണ്ടാകും, ഹെയർ ഫോൾ കുറയും. പിന്നെ അറ്റം വരെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. തലയിലെ കുരുക്കളും അരിവേപ്പിൻ്റെ ഇലയൊക്കെ തേക്കുന്നതോടുകൂടി തലയിലെ കുരുക്കളൊക്കെ പോകും കേട്ടോ. അപ്പോൾ ചൊറി പോലെയുള്ളതെല്ലാം പോകും. അങ്ങനെ എന്താ കമ്മ്യൂട്ട് മുടിക്ക് കറുപ്പ് നിറം കിട്ടും കേട്ടോ, കറുപ്പും കിട്ടും മുടിക്ക്.
ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ നിന്നിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ബീറ്റ്റൂട്ട് ജ്യൂസ് എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഹെൽത്തി ആവും, സ്കാൽപ്പൊക്കെ ഹെൽത്തി ആവും, നല്ല മുടിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഹെൽത്തി സ്കാൽപ്പിലാണല്ലോ നല്ല ഹെയർ ഉണ്ടാവണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലതാണ്.